ഓ കുഞ്ചു നല്ല എക്സ്പ്രഷൻ എല്ലാം ഇട്ട് കള്ളത്തരം പറയാൻ നോക്ക് അല്ലേ? അത് ഇവളെ കൊണ്ടേ പറ്റോ? ആ അത് ഇഞ്ഞോട് ആഹാന്നല്ല പറഞ്ഞോ. മൂത്തുമ്മ ഉഷാറ്, ഇന്നതൊന്നും പോരാ. ഓള് പുട്ടിയല്ല, ഓള് രാവിലെ എപ്പോ പിന്നെ ഐസ് ക്യൂബ് എടുത്ത് ഇങ്ങനെ മുഖത്തേക്കുന്നുണ്ട്. ഓളെ ലുക്കിന്റെ കാര്യം അല്ലേ? സഞ്ചി വാങ്ങിയാ? ഒരു സഞ്ചി ഇങ്ങോട്ട്, ഒരു സഞ്ചി തരുമോ ഛർദിക്ക്? അല്ല വേഗം എടുക്കാണ്ട് ഇനി ഓടി അങ്ങ് ഇറങ്ങിക്ക് മുറ്റത്തേക്ക്. ടൂറ് കേട്ടപ്പോ ഓടി ഓടുവാ. ആ പെരുന്നാൾക്ക് എല്ലാവരും ടൂറ് പോകുന്നു, നമ്മളെവിടെയും പോകുന്നില്ല എന്നുള്ള വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങളിതാ ടൂറ് പോവാണ് ഫ്രണ്ട്സ്. മണാലിക്കല്ലേ പോന്നെ? തണുപ്പത്തിടാനുള്ള കോട്ടിങ് എടുത്തുക്കാ. അതിലും വെറുതെ പൈസ ചെലവാക്കണോ? ഇവിടെ നിന്ന് എടുത്താൽ പോരാ. എന്തെങ്കിലും പുതപ്പങ്ങ് മടക്കി അങ്ങ് എടുക്കാം നമുക്ക്. അല്ലെ സുബിയേച്ചിനോട് പുതപ്പ് കൊണ്ടൊരു ഇതായിട്ട് അടിച്ചു തരാൻ പറഞ്ഞാലോ, ടോപ്പ് പോലെ. ഇതാ പ്രശ്നമല്ല, ആയിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ പെരുന്നാൾ ടൂർ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാ ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ ടൂറാണോ? രണ്ടാഴ്ച മതിയോ? അപ്പോൾ ഞങ്ങൾ ടൂറ് പോവുകയാണെന്ന് പറഞ്ഞല്ലോ, ഫാമിലി ടൂറാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് അല്ലേ? അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ഫാമിലി ടൂറൊക്കെ സെറ്റായത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? പോവല്ലോ എന്നാൽ. ഓക്കെ, എവിടത്തേക്കാ എന്താണെന്നെല്ലാം വഴിയേ കാണാം കേട്ടോ. ഓക്കെ, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളെല്ലാവരും ടൂറെല്ലാം പോയി വന്നില്ലേ? എല്ലാവരും നിങ്ങളെ ടൂറും തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നതാണ്. ഞാളെ ടൂറിൻ്റെ വീഡിയോയിലിടും അല്ലേ? നിങ്ങളൊക്കെ ആരൊക്കെ എവിടെയൊക്കെയാണ് ടൂറ് പോയത് എന്നതിൽ കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, കേരളത്തിൻ്റെ പുറത്ത് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യും. പോവാ, എല്ലാവരും പുറത്ത് തന്നെ ആയിരിക്കും അല്ലേ? ഊട്ടിയിലൊക്കെ ആയിരിക്കും എല്ലാവരും പോയത് അധികവും. നമുക്ക് വിടാം. ബാഗ് എടുക്കുവാളെ, ഇതൊരു മടി. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതാ പിന്നെ ഒരു വീട്ടിലുള്ള, ഏത് വീട്ടിലായിരുന്നു, നമ്മളെ കസിൻ്റെ വീട്ടിലുള്ള ടൂർ പോകാൻ വേണ്ടി കുടുംബക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാളെ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ ഇവരെയൊക്കെ വീഡിയോയിൽ എടുക്കാനൊക്കെ പറ്റുമോ എന്നറിയില്ല. എല്ലാവർക്കും ഓരോ ടവലും വാങ്ങി കൊടുത്തിട്ട് മുഖം കെട്ടുവാൻ പറയാമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുടുംബത്തിൽ അങ്ങനെയാണല്ലോ, അധികം വീഡിയോ ഒന്നും ഇഷ്ടമുള്ളവരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മളൊന്ന് പരക്കം എടുക്കാത്തത്. അപ്പോൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, ഇനി പ്ലാനിങ് പറഞ്ഞോ? അല്ല അതന്നെ, അത് നമുക്ക് ഉറപ്പിക്കാം. അതെ, ഇനി കൊച്ചേനോട്ടേക്കുന്ന മോനോ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്. അത് സാരയില്ല, ഇത് നല്ല രസമുണ്ട്. നേർച്ചക്കൊന്നും ഇല്ലാലോ. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ടൂറ് വന്നേരം മുന്നിൽ എടുത്തു വെച്ച ഡ്രസ്സ് എടുക്കുക മറന്നുപോയി. അങ്ങനെ ഇവള് ഫുള്ള് കലിപ്പിലുള്ള. അതഞ്ഞ് എടുക്കാൻ ഞാൻ അല്ല ഞാനത് മനഃപൂർവ്വം അല്ലാലോ. ഇവല് റീലൊന്നും ഇനി ടൂറിന് പോകുമ്പോൾ എടുക്കണ്ടെന്നൊക്കെയാ പറയുന്നത്. റീലൊന്നും എടുക്കണ്ട, ഒന്നും വേണ്ട. എന്താ ഇതാ അത് സാരമില്ല. ഇപ്പൊ ഞാനും ഇപ്പൊ കൊറേ ഇടത്തില് പോകുമ്പോ ഇട്ടതല്ലേ ഇട്ട്. അതിന് പ്രശ്നമുണ്ടോ? ഓ ഒന്നുമില്ല. ഇതിനി ഒരാഴ്ച സർഫിന്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൻ തോന്നല്ലോ അല്ലേ? എനിക്ക് ഉമ്മ പുതിയ ഷൂ ഒന്നും വാങ്ങി തന്നിക്കില്ല. ഉമ്മ ഫുള്ള് തട്ടിപ്പാണല്ലോ. ഇത് പുതിയതാ? എപ്പോ? 5 കൊല്ലം മുമ്പാ? ഇന്നലെയാ? ഇതെന്താ വേറൊരു കയറ്? വേറെന്തിന്റെ കയറാത്? ഇത് ഇതിന്റെ ലേസ് ഒന്നും അല്ലാലോ. വേറെന്തോ അല്ല ഇട്ട് കെട്ടുന്ന്. ഇനി മാനം കളയുവാ?
ഇവ കൊടകിലാ പോകുന്നതെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ ആളാട്ടാ. ഇനി കൊടകിൽ ഇതുവരെ പോയിക്കാ? ഇനി എവിടെയാ പോയേ? ആ അതുപോലെ ഇന്നലെ മുതലേ വീഡിയോ എടുക്കുമോന്ന് ചോദിച്ചേ. എന്താ പറയാനുള്ള ഈ വീഡിയോയില് പറഞ്ഞോ? ഇവിടെ അടുത്തേക്കാ പോന്നേ? സർപ്രൈസ് പോക്കല്ല, ഞാൻ ഈ ഊട്ടി എന്നല്ല പറഞ്ഞു വെച്ചത്. വയനാട്ടിൽ വെറൈറ്റി സ്ഥലത്തല്ല, ആരും പോവാത്ത ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്കാ പോകുന്നത്. എന്താ അല്ലേ? എന്താ കാര്യ നീ എന്താ വിചാരിച്ചേ? ഇത് ഇനി ഓരോ മണിക്കൂറിനും മാറ്റി മാറ്റി ഇടുവാനാ 2 തൊപ്പി. അങ്ങനെ നിങ്ങൾ രണ്ടാള് മാറി മാറി ഇടല. മോന് ഈ ചൂടത്ത് തൊപ്പിയെല്ലാം ഇട്ട് കൊടുക്കണ. അപ്പൊ ഇത് കാരണവന്റെ മോനാണ്, പേര് സഹദ്. പല്ലുണ്ടാക്കലാണോ എന്റെ പണി? അതെ, കുടുംബ പേരാണ് മാഹി സഹദ് എന്ന് അറിയപ്പെടുക. വേറെ പറയാനുണ്ടോ? അതൊക്കെ എല്ലാവരും വിചാരിക്കും മാഹിന്ന് എന്താവുന്നത്. മാഹിയില് പണ്ട് വല്യപ്പൊക്കെ മരുന്ന് കച്ചവടം അങ്ങനെ വന്നേ. അതെ, മതി മതി ഉള്ള സപ്പോർട്ട് കൊണ്ട്. എന്ത് പൈസ? ഓ ഇവൻ തിരിച്ചടിക്കല് തുടങ്ങിട്ടാ. തിരിച്ചടി എനിക്ക് ഇനി ചാൻസ് കിട്ടുമോ നോക്കിയാലേ. വയനാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രിപ്പ് അല്ല. വയനാട് ഇപ്പൊ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും കാണുന്നൊക്കെയല്ലേ. നമ്മളൊരു ഫാമിലി എന്താ പറയാ, ഒരു മീറ്റിംഗ്. അതെ അതെ അതെ, നമ്മൾ വയനാടല്ല ഉദ്ദേശിച്ചത്. ഒരു ഫാമിലി ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇതിലെല്ലാരും ഒന്നും ഇല്ല, ഉള്ളവരെയും കൂട്ടി പോന്നെയാ അല്ലേ. ഇതൊരു മാക്സിമം അടിപൊളിയാക്കുന്നേ. അതെ, പിന്നെ എന്താണ് വയനാട്ടിൽ ഓരോ വിശേഷങ്ങൾ. വയനാട്ടിൽ എന്ത് വിശേഷം അല്ലേ? വിശേഷങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ. ഇവളെ പേര് മിന്നു എന്നാണ്. മിന്നു എത്ര പഠിക്കുന്ന? 5ൽ. ഇവളെന്നോട് പറയാ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാള് അല്ല നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാള് മിന്നുവിനോട് ചോദിക്കാവല്ലോ, ഈ വീഡിയോ കാണുന്ന മിന്നു ഇഞ്ഞാണോ അല്ലേ? അങ്ങനെ ചോദിച്ചില്ല. ആ ഫ്രണ്ടിന്റെ പേരെന്താ? ആ ഫ്രണ്ടിന്റെ കാര്യ ഞാൻ തള്ളിയതല്ല, ഓള് തന്നെ പറഞ്ഞാ. എനിക്കെന്തെങ്കിലും പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഐസ് ഇട്ട് മോങ്ങുന്നില്ലേ? ഐസ് എവിടെ പോയി? അങ്ങ് എടുക്ക ഐസ്. ഏത്? 2 കഷ്ണം ഐസ് ഇനി അടക്കോന് കൊടുക്കണേ കേട്ടാ. ഇനി തേച്ച് ബാക്കിയുള്ള എന്നാ പോവല്ലേ? ബസ് വന്നാ ഇല്ല? ഇങ്ങനെ കരയല്ലടാ, ടോപ്പ് എടുത്തില്ല എന്ന് വിചാരിച്ചു ഇങ്ങനെ കരയല്ല. അത് സാരമില്ല, ഇത് നല്ല ഇത് നരച്ചിക്കൊന്നും ഇല്ലാലോ. ഇങ്ങനെ വിഷമിച്ചാലോ? എന്താ അത് അറിഞ്ഞുകൊണ്ട് എടുക്കാണ്ടിരുന്നല്ലോ. ആന്നല്ല, ഇത് നല്ല രസമുണ്ടല്ലോ. പെരുന്നാളിന്റെ ഡ്രസ്സ് എല്ലാവരും കണ്ടാനല്ലേ പെരുന്നാളിന്റെ വീഡിയോയില് അല്ലേ? അത് ഇട്ടിട്ട് നമുക്ക് വേറെ പോവാ, ഒരു കാശ്മീർ പോവാ. കാശ്മീരില് എന്താ വേണ്ട, കാശ്മീർ പോവാ. കണ്ടുപഠിക്ക്, ഇതാ സ്റ്റൈല്, ന്യൂ ജനറേഷൻ മോഡല്. എന്താ ആറാം ഇങ്ങോട്ട് വാ. ഇനി 80s മോഡലാ, ഇനി 80കളിലുള്ള. ഇനി ഓന നോക്ക്, മൂഫീന. ഇതാണ് നമ്മളെ വണ്ടി. ഓക്കെ, മാളവിക. അപ്പൊ ഫ്രണ്ട്സ്, ട്രാവലറിൽ AC ഇടൂലെന്നാ പറഞ്ഞേ അല്ലേ? AC ഇടൂലട്ടാ. AC ഇട്ട് 1000 റുപ്യ അധികം കൊടുക്കേണ്ടി വരും കേട്ടാ. അതുകൊണ്ട് AC ഇല്ലാണ്ടാ പോകുന്നത്. എനിക്ക് AC വേണോ? AC വേണ്ടി വരല്ലേ 250 റുപ്യ വെച്ച് ഇടേണ്ടതാണ്. ഇതാ അല്ലേ, AC വേണ്ടി വരല്ലേ 250 റുപ്യ എക്സ്ട്രാ. കുഞ്ചു നല്ല എക്സ്പ്രഷൻ എല്ലാം ഇട്ട് കള്ളത്തരം പറയാൻ നോക്ക് അല്ലേ? അത് ഇവളെ കൊണ്ടേ പറ്റോ?
ആ അത് ഇഞ്ഞോട് ഇനി അങ്ങനെ ഒന്നും വീഴുന്ന ആളല്ല അല്ലേ? കള്ളത്തരം പറഞ്ഞായിരുന്നു. കോപ്പി റേറ്റ് വരുന്നോണ്ട് ഇപ്പം പാടിയ പാട്ട് ഞാൻ പാടാട്ടോ. താളം തുള്ളാൻ വാ ഏയ് തകില് കൊട്ടാൻ വാ ഏയ് കണ്ണാരേ കണ്ണാരേ കടമ്പ് മരം പൂത്തില്ലേ ഒയ് 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 ആ പാട്ടാട്ടോ ഇട്ടത്. കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനത് പാടിയത്. ഒറിജിനലിനേക്കാളും നന്നായിക്കില്ലേ? ഒയ് 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 സാ സപ്പിയ സപ്പ് സപ്പിയ സപ്പ സപ്പിയ ഒയ് ഒയ് സപ്പ സപ്പിയ ഒയ് സാ സാ സപ്പിയ ഒയ് 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 ഓയ് 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 സപ്പിയ ഒയ് ഒയ് ഗോകുലത്തിൽ പാല് കൊണ്ട് പോകുന്നേരം ഉണ്ടാമില്ലേ ആനന്ദം ഒയ് കണ്ടതെല്ലാം അയാരി തിന്നാൽ വയറിളക്കം പിടിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞത് ഓർമ്മയില്ലേ? ഒയ് ഒയ് ഇനി പാട്ട് വേണ്ടാലോ. ആ ഇതാ ഇവള് മിന്നെ ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഒയ് ഒയ് അതേതേനല്ലോ പാട്ട്? സപ്പിയ അല്ല, വേറെ ഏതോ പാട്ടാ. ഒയ് 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 നമുക്ക് ഒയ് ഒയ് ഇടാം, അതാ നല്ല. സയദിൻ്റെ സ്റ്റെപ്പ് കണ്ടോ? മാസ്മരിക സ്റ്റെപ്പാണ് കേട്ടോ. മിന്നു എന്ന് പറയുന്നത് എൻ്റെ കാർണോൻ്റെ മോളാണ് കേട്ടോ, ചെറിയ കാർണോൻ്റെ. അക്കുവിൻ്റെ വെറൈറ്റി സ്റ്റെപ്പുകളാണ് കേട്ടോ ഈ കാണുന്നത്. വാ അവനത് എവിടുന്നോ പഠിച്ചെടുത്തതാ. അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല, അതിനുള്ളൊരു അവസരം ഇവരെനിക്ക് തന്നിക്കില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് 50 സഞ്ചി വേണോ? നീ ഛർദിക്കുക? ഗുളി കുടിച്ചിക്ക? നീ ഛർദിക്കുന്നുണ്ടോ ഇവിടെ ഇരുന്ന്? ആഴ്ചയല്ലേ സഞ്ചിക്ക് വെച്ച് നിങ്ങൾ ഛർദിക്കുക? മുഖം കാണാൻ എടുക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അവർ ഇപ്പൊ എങ്ങനെയാ എടുക്കണം മുഖത്തൊരു ഇമോജി വെച്ചാ മതിലാ. നീ ഛർദിക്കലുണ്ടാ? നീ ഛർദിക്കലുണ്ടാ? നിർത്തി നീ ഛർദിക്കലുണ്ടാ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഇന്ന് അക്കുവിന്റെ മുഖത്തേക്ക്. ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാ. മിന്നു ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇവളെ പേരും മിന്നു. ഫ്രണ്ടിലുള്ള സീറ്റില്ലാത്തോണ്ട് കൂടുതൽ പൈസ കൊടുത്തോലിക്കാ സീറ്റുള്ളൂ. നമ്മള് പൈസ കുറച്ച് കൊടുത്തോണ്ട് നമ്മളെ വേക്കാക്കിയത് അല്ലാക്കോ. ഞാള് 200 രൂപ കുറച്ചേനും കൊടുത്തു. ഉറുപ്പൊന്നും ഇനിയില്ല. ഇങ്ങനെ 50 പൈസക്ക് ഉറുപ്പൊന്നും ഇനിയില്ല. ഗൂഗിളാ എന്നുവെച്ചാ എന്നാണ് അവൾ ഉദ്ദേശിച്ചത്? അത് 100 പൂജ്യം. അത് ഏറ്റവും വലിയ പൈസ. ഓള് പുട്ടിയല്ല, ഓള് രാവിലെ എപ്പോ പിന്നെ ഐസ് ക്യൂബ് എടുത്ത് ഇങ്ങനെ മുഖത്തേക്കുന്നുണ്ട്. ഓളെ ലുക്കിന്റെ കാര്യം അല്ലേ? സഞ്ചി വാങ്ങിയാ? ഒരു സഞ്ചി ഇങ്ങോട്ട്, ഒരു സഞ്ചി തരുമോ ഛർദിക്ക് അല്ലേ? അക്കുവിന് ഛർദിക്കാൻ ഒരു സഞ്ചി തരുവാ? ആ വീഡിയോ എടുക്കണ്ട? ഫോൺ വരുമൊന്നുമില്ല. ഇതെന്താ? അതിലെടുത്താ മതി അല്ലേ? നല്ല തണുപ്പുണ്ടല്ലേ വയനാട്ടിലക്കോ? അക്കോ കൊറേ നേരം അതേ പൊസിഷനിൽ നിൽക്കുന്നു. എല്ലാവരും ടൂറ് പോയാലും തേയിലത്തോട്ടം കണ്ടാൽ ഫോട്ടോ എടുക്കണം അല്ലേ? അതൊരു ശീലമായി പോയിക്കും എല്ലാവർക്കും, ഏത് ഫാമിലി ട്രിപ്പിനും. എന്താ പറയുന്നത്, ഇവിടെ ഈരോട് ഇറങ്ങിക്കോളെ. മാസം കഴിഞ്ഞേ
മതി മതി മതി. ആരെങ്കിലും മയക്കൊന്ന് വാങ്ങോ, ആരെങ്കിലും മയക്കൊന്ന് വാങ്ങോ, ആരെങ്കിലും മയക്കൊന്ന്, ആരെങ്കിലും മയക്കൊന്ന് വാങ്ങണേ. മതിയായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് പിന്നെ കാട്ടിക്കുളത്തിൻ്റെ അടുത്താട്ടാ. അപ്പോൾ ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടല്ലോ, അവിടത്തേക്ക് വന്നതാണ്. പിന്നെ ഇവിടെ തോൽപ്പട്ടി, പക്ഷെ അവിടെ അടവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിതാ നമ്മുടെ പിന്നെ വണ്ടി അവിടെ ഉണ്ട്, ഒന്ന് കാണിച്ചു തരാം. ഇതാണ് റെസ്റ്റോറൻറ്റ്, നമ്മളെ വണ്ടിയാണ് കേട്ടോ അത്, ട്രാവലർ. ദോശ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ അഭിപ്രായോ? വയ്യക്കൊണ്ട് അല്ല അടിപൊളിയല്ലേ? ആ അത് തന്നെ. ഇവരെല്ലാം കണക്കാ, ഇവരെല്ലാം മൂത്തുമ്മയാണ്. പിന്നെ ദോശ തികയിട്ട് കറി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യല്ലേ? ഇത്തിരി പാർക്കെല്ലാം അടച്ച്. ഇതെന്റെ ഉമ്മാന്റെ ഏട്ടത്തിയാണ് കേട്ടോ, ഇത് ഉമ്മാന്റെ അനിയത്തി. ഇത് ആരാ നിനക്ക് തീർന്നിക്കില്ല പറഞ്ഞോ? മൂത്തുമ്മയാ ഉഷാറ്, ഇന്നതൊന്നും പോരാ. കുറച്ച് വൈകിയാലും അടിപൊളിയായിരുന്നല്ലേ? ഏതാ പറഞ്ഞേ? എങ്ങനെ ഉണ്ടാക്കാണ്ട്? അതെ 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 അതെ, അത് ശരിയാ. വാ വാ, തേനായി പറയുന്നത് എന്താ രസമല്ല? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വയനാട്ടിലൊരു വെറൈറ്റി സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇതാ മറ്റേ HP-ൻ്റെ പെട്രോൾ പമ്പാണ് കേട്ടോ. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിക്ക്. താഴെ ഫുള്ള് വെറൈറ്റി സ്ഥലമല്ല ഇത്. HP-ൻ്റെ പെട്രോൾ പമ്പിലെല്ലാം വന്നേ അല്ലേ?
ഓളെ കൊടുന്നില്ല. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമല്ല ഇത്. നല്ല പെട്രോൾ കിട്ടൂല ഇവിടെ. നല്ല സ്ഥലത്തേക്കല്ലേ പോകുന്നത്. രാവിലെ ഇറങ്ങിയതാ, അപ്പൊ ഇവിടെ പെട്രോൾ പമ്പിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഇറങ്ങിയ. അതെ അതെ അതെ, ഞാനിതും കഴിഞ്ഞ് കാശ്മീരിലേക്കല്ല ഒന്ന് കറങ്ങിയിട്ട് നാട്ടിലെത്തുന്നത്. അതാ നമ്മളെ ലക്ഷ്യം. എടാ പെട്രോൾ പമ്പ് എക്സ്പ്ലോർ ചെയ്തിക്കാ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്നാ പോവാ, ഇനി പുരക്കായിരിക്കോ? പുരക്ക് പോവാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ കാശ്മീരിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പിന്നെ മഞ്ഞ് വാരാനുള്ള ബാഗ് എടുക്കണം. ഇനി ഡിവേഴ്സ് ചെയ്യൂല പിയാപ്പിള, ഉറപ്പല്ലേ? അപ്പൊ മഞ്ഞ് വാരാനുള്ള ബാഗ് എടുത്തല്ലോ, ഇറങ്ങിക്കോ. ഇല്ല എഡിറ്റിംഗ് ഒന്നുമില്ല, എല്ലാം തുറന്നെല്ലാരും കാണുന്നത്. കാരാപ്പുഴ മെഗാ ടൂറിസം ഇത് വീഡിയോ കേട്ടോ, 2 സെക്കൻഡ്. എന്നാ പറഞ്ഞോ. എന്റെ ഷായി മോൻ മറക്കുന്നില്ല. അല്ല, ഫോട്ടോ ഇങ്ങനെ മറക്കുന്ന കാണാലോ. പ്രഹസനം എന്നല്ലാണ്ട് അതിന്. മൊയ്തീഷനെല്ലാം വിളിക്കുന്നുണ്ട് ആയിഷ. ഇതാ അപ്പൊ ഫ്രണ്ട്സ്, ഇവര് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് കാണാൻ വന്നവരാണ് അല്ലേ? തിരുവനന്തപുരത്ത് എവിടെയാ വീട്? കടുവപ്പള്ളിയുടെ അടുത്ത്. കടുവപ്പള്ളി, കല്ലമ്പലം, ഞാറേക്കുണമെന്ന് പറയും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ വയനാട് അത്രയ്ക്ക് ഉഷാറാണല്ലോ അല്ലെ? തിരുവനന്തപുരത്ത് നിന്നൊക്കെ അല്ലേ? എന്തോന്ന് വയനാട്ടിൽ വന്നിട്ട് ക്ലൈമറ്റ് കുറച്ച് കുറവുണ്ട് അല്ലേ? മോശമായി നമ്മള് ടൈം വന്നാൽ ശരിയായില്ല. അതെ, പക്ഷെ കൊള്ളാം, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നമ്മള് മാക്സിമം. അതെ, ഇവിടെ 2 ദിവസം ഫാമിലി ഉണ്ട്. 2 ദിവസം മിക്കറും റിട്ടേൺ ഇന്ന് റിട്ടേൺ പോകും. ഓക്കെ, എന്തായാലും കണ്ട സന്തോഷം. തിരുവനന്തപുരത്ത് ഒക്കെ ഉള്ള നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് എന്ന് അറിയുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? ഓക്കെ, താങ്ക് യു, ബൈ. ഇവിടെയല്ല ചോറുമായി പോയിക്കുന്നു, വലിയ അല്ലയാ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ മഴയത്ത് ഒരു മനോഹരമായ ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മനോഹരമാണല്ലോ ഇയാള് പറയും. ഇനി പാടിയാ മതി, ഇനി പാടിയാ മതി. എന്റെ ഫേവറേറ്റ് പാട്ട്, ഞാൻ ആദ്യമായിട്ട് ഫുള്ള് പഠിച്ച പാട്ടാണ്. അപ്പം ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗന്നോർത്തോണി, ഉദിമതിയ മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിലൊതിച്ചോണി, അമ്മിഞ്ഞ പാലിൻ മധുരം എന്ന് മറക്കാമോ, 1000 പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗന്നോർത്തോണി, ഉദിമതിയ മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിലൊതിച്ചോണി, അല്ലടാ ഈ 2 വാച്ച് അമ്മിഞ്ഞ പാലിൻ മധുരം എന്ന് മറക്കാമോ, 1000 പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, തളർത്തല്ല. കാലടിപ്പാടിലാണ് സുവർഗത്തോർത്തോളി, ഉദിമതിയ മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിൽ മുയ്യല്ല മൊഴി, വാഴേന്റെ
അല്ലെങ്കിൽ 2 വാച്ച് കിട്ടി. ഒന്ന് എതിരാളിയുടെ സമയം കുറിക്കാനാ. ഇത് മോന്റെ വാച്ചാ. ആയിഷന്റെ എക്സ്പ്രഷൻ. ആയിഷ ഒന്ന് ഇങ്ങോട്ട് നോക്കി പാടുവാ. ആയിഷ ഏതാ എക്സ്പ്രഷൻ? കൈ കൊണ്ടെല്ലാം താളങ്ങളെല്ലാം. നിങ്ങൾ അറിയപ്പെടേണ്ട ഒരു കലാപകാരി അല്ല കലാകാരി ആയിഷ. എല്ലാരും 4 ആളെ അറിയാം നിങ്ങളാ. നിങ്ങൾ ഫ്ലവേഴ്സ് കോമഡി മത്സരത്തിലെല്ലാം വരേണ്ട ആളാ അല്ലേ? അതില് കഴിവുള്ളവല്ല ഉണ്ടാവുക. എന്താ ഇവർക്കൊന്നും ഐഡിയ ഇല്ലേ? അതല്ല ഈ കുടുംബ പ്രശ്നം ഉണ്ടാക്കല്ല. അതല്ല ഞാൻ പറഞ്ഞേ. അതല്ല ഞാൻ ഉദ്ദേശിച്ച. അതല്ല കഴിവുള്ളവരെ കൊണ്ടുവന്ന അടുത്ത ഓക്കെ. പിന്നെ ഒന്നുകൂടി പറ. നമ്മുടെ പ്രിയ ഗായക ജൂജു നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ഒരു സോങ് അടിപൊളി പാട്ടുമായി ജൂജു. ഒരു പാട്ട് കാച്ചി. ആ കമോൺ. അവൻ പാടിക്കോട്ടെ. അവന്റെ നിങ്ങൾക്ക് ആകെ ഒരു മാണിക്ക. എന്തൊക്കെയാ? ഇങ്ങോട്ടോക്കെ. എല്ലാരും കൈമുട്ട് കൈമുട്ട്. സൂപ്പർ. അടുത്ത കുഞ്ചു. ഹലോ നമ്മുടെ പ്രിയ ഗായിക അഞ്ജല ഫഹദ് കുഞ്ചു ഫാമിലിക്ക് വേണ്ടി ഈ ട്രിപ്പിനെ മനോഹരമാക്കാൻ ഒരു മനോഹര ഗാനവുമായി അഞ്ജല ഫർഹദ് കുഞ്ചു കുഞ്ചു. തേനൊലിക്കണയാണ്. തേനൊലിക്കണ. ആ ഫോട്ടോ ഇട്ട് വരട്ടെ. ആ കമോൺ. എല്ലാവരും കൈവിട് കൈയടി കൈയടി. അടുത്ത നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കാൻ മിന്നു ഒരു മിന്നു അത് തുറന്നില്ല. കുട്ടിക്ക് നാല് ദുബായിലും തന്റെ പേര്
നല്ലതെറി പോയിരാറ് നാലറിവ പകുതാവ് കാണുന്നില്ലേ കിനാവ് കിനാരി പോയതരൂ ആഹാ നല്ല തെറ്റിക്കല്ല. അപ്പൊ ഗൈസ് ട്രാവലറിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവരും പോയി. നീ എന്താ പോവാ? ഞാൻ മഞ്ഞൾ ആവശ്യത്തിന് വാരിക്കില്ലേ? നല്ല മഴയാട്ടോ ഇവിടെ, വയനാട്ടിൽ നല്ല മഴയാ. കാശ്മീരല്ല വയനാട്. ഇനി മതി, ഓവർ തള്ളണ്ട. പോലെല്ലാം പൂക്കോടിലേക്ക് പോയിക്കാം. അപ്പം മഴയായതുകൊണ്ട് ഇവള് പോയില്ല, അതുകൊണ്ട് ഞാനും പോയില്ല. 100 വട്ടം പോയി എന്നല്ല. ഇതാണ് നമ്മുടെ ട്രാവലർ, ആരും ഇല്ലാണ്ട്. ഓക്കെ, ഇനി നേരെ നാട്ടിലേക്ക് പോവല്ലേ? ഓക്കെ, ഞാടെ എന്നാ പറയണ്ടേ? മുമ്പോട്ടേക്ക് ഞാൻ ഓളെ കാണൂല. സിനിമയോ അല്ലെങ്കിൽ മൃഗോ അങ്ങനെ എന്തെങ്കിലും എന്തെന്നാന്ന് നീ പറയണോ? എന്തെങ്കിലും അഭിനയിക്കുന്നത് സിനിമയോ അങ്ങനെ പറഞ്ഞ വയനാട് ചോര മല മല കുന്ന് മലക്ക് വേറെ പ്രകൃതി മരം കാട് ഫോറസ്റ്റ് ആകാശം ആകാശഗംഗ വാനം വാനം പേരാ സ്കൈ മേഘം ഹിന്ദിയിലാ ആകാശ് എന്നോട് വേറെ പറയാനാ. ആകാശത്തിന് വേറെ പേരാ ഭൂമി മേഘം പര്യായെങ്കിലും ഉദ്ദേശിച്ചു. വാനം ആകാശത്തിന് വേറെ ഏതാ പേരില്ല. ഇല്ല അങ്ങനെ ടൂറ് കഴിഞ്ഞ് പുരക്കെത്തിയില്ല. സമയത്തായിരുന്നോ? 9:30 മണിയായി. ടൂറ് കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോവാണല്ലേ. എന്താ ഒരു ഉഷാറില്ലാത്ത ടൂറ് കഴിഞ്ഞിട്ട്? വാ പോരി. എന്താ ആകെ കുറച്ചല്ലേ എവിടെയുള്ളൂ? പിണക്ക് ഛർദ്ദിക്കാൻ വന്നു പോയോ? എനിക്ക് തലവേദന എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല.